എല്ലാവർക്കും നമസ്കാരം. രമ്യ സ്പാൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ബാലകൃഷ്ണൻ. നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാൻ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്ട്രെയിനറിൽ ചിക്കൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോൺഫ്ലോർ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നല്ലൊരു കോട്ടിങ് വരും. നല്ല കോട്ടിങ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കുട്ടികൾക്കിപ്പോൾ ഇത്ര എരിവ് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ, ചിക്കനിൽ തീരെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ കഴുകിയിട്ട് സ്ട്രെയിനറിൽ ഇട്ട് വെച്ചുകൊണ്ട് ചിക്കനിലെ വെള്ളം ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കനിൽ തീരെ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കും. അപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കിയെടുക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ചൂടാക്കിയെടുക്കരുത്. അങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസ് എണ്ണയിൽ ഇടുന്ന സമയത്ത് ചിക്കൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അതിൻ്റെ ഉള്ളിൽ വേവില്ല. ആ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് എണ്ണ ചൂടാക്കിയെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ചൂടാക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് നോക്കണം. അത് പൊരിഞ്ഞെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസസൊക്കെ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസസൊക്കെ ഞാൻ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതിൻ്റെ മറ്റേ സൈഡും കൂടി മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ്റെ മറ്റേ സൈഡ് കൂടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാണ്. അധികം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ബെല്ല് അമർത്തുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന മുകളിലത്തെ ഓപ്ഷൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ, ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി വരുന്നവരെ ബൈ ബൈ.